നിയമപരിരക്ഷ നൽകാൻ സർക്കാർ തീരുമാനം. ഇത് സംബന്ധിച്ച നിയമനിർമ്മാണം നടത്താനായി ചേർന്ന ഉന്നതതല യോഗത്തിന്റെ മിനിറ്റ്സിന്റെ പകർപ്പ് ഇന്ത്യ വിഷൻ ലഭിച്ചു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗും മണി ചെയിനും വേർതിരിക്കാനും തീരുമാനമായി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്കെതിരെ പോലീസ് നടപടികൾ ആരംഭിക്കുകയും 2 ലക്ഷത്തോളം വരുന്ന വിതരണക്കാർ ആശങ്കയിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ പ്രവർത്തനത്തിന് നേരത്തെ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ അതിനുശേഷവും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ പ്രവർത്തനത്തിന് വ്യക്തത ഉണ്ടായില്ല. പ്രധാന കമ്പനികളായ ആംബെ, മൊണാവി ഉൾപ്പെടെയുള്ള കമ്പനികൾക്കെതിരെ പോലീസ് നടപടികൾ ആരംഭിച്ചു. ഈ സാഹചര്യത്തിൽ പുതിയ നിയമനിർമ്മാണം നടത്തുന്ന കാര്യം മന്ത്രിസഭ ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് മറവിൽ മണി ചെയിൻ അനുവദിക്കില്ല. വിതരണക്കാർക്കെതിരെ കേസെടുക്കുന്നത് ഒഴിവാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പൂർണ്ണമായും സംസ്ഥാനത്തിന്റെ അധികാരത്തിൽപ്പെടുന്നതിനാൽ സംസ്ഥാനത്തിന് നിയമനിർമ്മാണം നടത്താൻ കഴിയുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത ആസൂത്രണ ബോർഡ് അംഗം CP ജോൺ പറഞ്ഞു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മണി സർക്കുലേഷൻ നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടില്ലെന്ന് 2003 കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ അറിയിച്ചിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചായിരിക്കും സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്തുക. മുഖ്യമന്ത്രിക്ക് പുറമെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, DGP, ADGP വിൽസൺ എപ്പോൾ, IGP B സന്ധ്യ, വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, വകുപ്പ് സെക്രട്ടറിമാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. NV ബാലകൃഷ്ണൻ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ. കമ്പനികളുടെ പ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകി. വാണിജ്യ നികുതിയുടെ പരിധിയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളെ കൂടി ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതോടെ ഒരിടവേളയ്ക്കു ശേഷം കേരളത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വീണ്ടും സജീവമാകുമെന്ന് ഉറപ്പായി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളെ കൂടി കൊമേഴ്സ്യൽ ടാക്സിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ മാസമാണ് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ മാസം 29-ന് പുറത്തിറക്കിയ അസാധാരണ ഗസറ്റിൽ പുതിയ ഉത്തരവ് പ്രസിദ്ധീകരിച്ചു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന പേരിൽ തന്നെ കമേഴ്സ്യൽ ടാക്സിൽ പ്രത്യേക എൻട്രി എടുക്കാൻ ഉത്തരവ് വ്യവസ്ഥ ചെയ്യുന്നു. MLM മേഖലയിൽ സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്ന കമ്പനികൾക്ക് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള തടസ്സം ഒഴിവാക്കുകയാണ് പുതിയ ഉത്തരവിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ അധികൃതർ അറിയിച്ചു. ഈ മേഖലയിലെ യഥാർത്ഥ കമ്പനികൾക്കൊപ്പം വ്യാജ കമ്പനികൾ പെരുകിയതോടെ പൊതുജനങ്ങൾക്കിടയിൽ നിന്നും പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് 2011-ൽ പോലീസ് നടപടി തുടങ്ങിയത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ പേരിൽ മണി ചെയിൻ തട്ടിപ്പ് കമ്പനികൾ ധാരാളമായി തുടങ്ങിയത് മേഖലയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കി. പോലീസ് നടപടി ശക്തമാക്കിയ തുടർന്ന് മുഴുവൻ കമ്പനികൾക്കും കേരളത്തിലെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നു. 1978-ലെ സെൻട്രൽ പ്രൈസ് ചിറ്റ്സ് ആൻഡ് മണി സർക്കുലേഷൻ ബാനിംഗ് ആക്ട് അനുസരിച്ചാണ് പോലീസ് കമ്പനികൾക്കെതിരെ കേസുകൾ എടുത്തുകൊണ്ടിരുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പ്രവർത്തന രീതി സംബന്ധിച്ച സർക്കാർ രേഖകളിൽ പരാമർശങ്ങളില്ലാത്തതിനാൽ കോടതി വിധികളും കമ്പനികൾക്ക് എതിരാവുകയായിരുന്നു. സർക്കാരിന്റെ പുതിയ ഉത്തരവോടെ ഇത്തരം നിയമപ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ വീണ്ടും സജീവമാകാനും പുതിയ ഉത്തരവ് വഴിതെളിക്കും. TV ന്യൂസ്, കൊച്ചി.